കളിപ്പാട്ടങ്ങളെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങേണ്ടതെന്ന് പറയാറുണ്ട്, വലിയവരോട് തേനിനെ കുറിച്ചും. എന്നാൽ കളിപ്പാട്ടങ്ങൾക്കും തേനിനും അപ്പുറം വചനത്തിൽ സ്നേഹപ്പൊരുൾ ഒളിച്ചുവെച്ച ദൈവത്തെ തേടി ഇതാ ഒരു കൂട്ടം മത്സരാർത്ഥികൾ നമ്മളോടൊപ്പം. 5,37,300 പേർ രജിസ്റ്റർ ചെയ്ത ഈ വർഷത്തെ ലോഗോസ് ക്വിസിൽ പ്രിലിമിനറി റൗണ്ട്, സെമി ഫൈനൽ റൗണ്ട് ഇവയെല്ലാം കടന്ന് ഇതാ ഫൈനൽ റൗണ്ടിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ 10 ചുണക്കുട്ടികൾ. ഇവരെ ഓരോരുത്തരെയായി നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി പാലക്കാട് രൂപതയിൽ നിന്നും അനില മാത്യു. എൻ്റെ പേര് അനില മാത്യു. പാലക്കാട് രൂപതയിൽ നിന്ന് ചിനിക്കവർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ വിഭാഗത്തിലാണ് മത്സരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ലോഗോസ് ക്വിസിൽ പങ്കെടുക്കുന്നത്. ഈ പ്രാവശ്യം എനിക്ക് ലോഗോസ് ക്വിസിന് 2ാമത്തെ റൗണ്ട് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ട്രിവാൻഡ്രം ലാറ്റിൻ ആർച്ച് ഡയസിസിൽ നിന്നും ഗോഡ്വിൻ റസ്നി. എൻ്റെ പേര് ഗോഡ്വിൻ. ഞാൻ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ വലിയതുറ ഇടവകയിൽ നിന്ന് വരുന്നു. എ വിഭാഗത്തിൽ ഫൈനൽ റൗണ്ടിൽ എനിക്ക് സെലക്ഷൻ ലഭിച്ചതിന് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നും ബ്ലസി ജോർജ്. എൻ്റെ പേര് ബ്ലസി ജോർജ്. ഞാൻ എറണാകുളം അതിരൂപതയിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ലോഗോസ് ക്വിസിൽ പങ്കെടുത്തിരുന്നു. 4th റാങ്ക് ലഭിച്ചിരുന്നു. ഇത്തവണയും എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം കരസ്ഥമാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ട്രിവാൻഡ്രം ലാറ്റിൻ അതിരൂപതയിൽ നിന്നും റീതു മരിയ. ഞാൻ റീതു മരിയ GS. ഞാൻ തിരുവനന്തപുരം അതിരൂപതയിലെ പുല്ലുവിട ഇടവകാംഗമാണ്. ഞാൻ ഈ വിഭാഗത്തിലാണ് മത്സരിക്കുന്നത്. ഞാൻ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇതാദ്യമായിട്ടാണ് ഞാൻ ഇവിടെ ലോഗോസ് ക്വിസ് മത്സരത്തിന് സംസ്ഥാന തലത്തിൽ വരുന്നത്. ലോഗോസ് ക്വിസിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിലേക്ക് പ്രവേശിക്കാൻ എന്നെ ഇടയാക്കിയ ദൈവത്തിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുക. തലശ്ശേരി രൂപതയിൽ നിന്നും കൊച്ചു ത്രേസ്യ. എൻ്റെ പേര് കൊച്ചു ത്രേസ്യ ഇടക്കര മൈലിക്കൽ. ഞാൻ തലശ്ശേരി രൂപതയിലെ തോമാപുരം ഇടവകാംഗമാണ്. ഞാൻ സെന്റ് തോമസ് തോമാപുരത്തിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ എ വിഭാഗത്തിലാണ് മത്സരിക്കുന്നത്. ലോഗോസ് ക്വിസിൽ സെലക്ഷൻ കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും. വീണ്ടും തലശ്ശേരി രൂപതയിൽ നിന്ന് തന്നെയുള്ള ഐസക്. എൻ്റെ പേര് ഐസക് കുമരംപറമ്പിൽ. ഞാൻ തലശ്ശേരി അതിരൂപതയിലെ തളിപ്പുറം ഇടവകാംഗമാണ്. ഞാൻ സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഒരു 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ എ വിഭാഗത്തിലാണ് മത്സരിക്കുന്നത്. ഫൈനൽ റൗണ്ടിൽ സെലക്ഷൻ കിട്ടിയതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുമുള്ള ജിയ ജോയ്. എൻ്റെ പേര് ജിയ ജോയ് ആക്കനത്ത്. ഞാൻ നെടുങ്ങാട് ഇടവകയിൽ നിന്ന് വരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ലോഗോസ് ക്വിസ് എഴുതുന്നത്. കോതമംഗലം രൂപതയിൽ നിന്നും അമല സേവി. എൻ്റെ പേര് അമല സേവി. ഞാൻ കോതമംഗലം രൂപതയിൽ നിന്ന് വരുന്നു. ഞാൻ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എ വിഭാഗത്തിൽ മത്സരിക്കുന്നു. ഇരിങ്ങാലക്കുട രൂപതയിൽ നിന്നും അലീന ആന്റണി. എൻ്റെ പേര് അലീന ആന്റണി. ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇരിങ്ങാലക്കുട രൂപതയിൽ നിന്നാണ് വരുന്നത്. തൃശൂർ അതിരൂപതയിൽ നിന്നും ഡിറ്റി ദേവസി. എൻ്റെ പേര് ഡിറ്റി ദേവസി. ഞാൻ തൃശ്ശൂർ അതിരൂപതയെ പ്രതിനിധീകരിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ പള്ളിക്കുന്ന് ഇടവകാംഗമാണ്. CGMHSS സ്കൂളിൽ 6ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. വേദിയിലേക്ക് മത്സരാർത്ഥികൾക്കായി നമുക്കേവർക്കുമായി നമ്മുടെ പ്രിയങ്കരനായ ക്വിസ് മാസ്റ്ററെ നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രസിദ്ധ ബൈബിൾ പണ്ഡിതൻ റവറൻ ഡോക്ടർ ജേക്കബ് നാലുപറയിൽ. കരഘോഷത്തോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വീകരിക്കാം. റവറൻ ഡോക്ടർ ജേക്കബ് നാലുപറയിൽ. ഈ ക്വിസ് കോമ്പറ്റീഷൻ എ ഗ്രൂപ്പ്, നിങ്ങളെല്ലാവരും എ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ഏറ്റവും ജൂനിയർ മോസ്റ്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് നിങ്ങൾ ഈ 10 പേരും നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ദിസ് ഈസ് എ ചാൻസ് ഫോർ യു. ഇതൊരു അവസരമാണ്. എന്ത് TV-യിൽ നന്നായിട്ട് പ്രത്യക്ഷപ്പെടാനും പെർഫോം ചെയ്യാനും നമുക്ക് പറ്റും എന്ന് നമുക്ക് തന്നെ ആത്മവിശ്വാസം ഉണ്ടാകാൻ പോരാ, നമ്മുടെ മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും നിങ്ങളുടെ അധ്യാപകരെയും ബോധ്യപ്പെടുത്താൻ. സംശയമുണ്ടോ? അതുകൊണ്ട് ആദ്യം എന്നാ ചെയ്യേണ്ടത്?
ഫീൽ ഫ്രീ. വളരെ സ്വാതന്ത്ര്യത്തോടെ നിൽക്കുക, ടെൻഷൻ ഒന്നും വേണ്ട. കാരണം സ്വാതന്ത്ര്യത്തോടെ നിന്നാലേ നമുക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ചോദ്യങ്ങൾ വരും. ഉത്തരങ്ങൾ അറിയാവുന്നത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് പറയുക. സമ്മതിച്ചല്ലോ? കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ മിടുക്കന്മാരും മിടുക്കികളുമാണ്. അല്ലെങ്കിൽ ഈ റൗണ്ട് വരെ കയറി വരില്ല. ഇത്രയും 10,000-കണക്കിന് നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളിൽ നിന്ന്, അതിൽ കൂടുതൽ കുട്ടികളിൽ നിന്ന് കയറി മത്സരിച്ച് ഫൈനൽ റൗണ്ടിലേക്ക് വന്നവരാ. അപ്പൊ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഞാൻ കഴിവുള്ളവളാണ്, ഞാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ നന്നായിട്ട് ഈ ഒരു അവസരത്തില് പെർഫോം ചെയ്യാൻ പറ്റും. ഉറപ്പാണോ? എല്ലാവർക്കും ആത്മവിശ്വാസം ഉണ്ടോ? സമ്മതിച്ചു? ഈ റൗണ്ടിലെ ചോദ്യവും ഉത്തരത്തിലേക്ക് നമ്മൾ വരിക. നേരിട്ട് വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഓരോരുത്തർക്കും കിട്ടുന്നത്. അതിന് ഉത്തരം പറയുക. നമ്മുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികളെ ആദ്യമായി കാത്തിരിക്കുന്ന റൗണ്ട് എക്സോഡസ് റൗണ്ട്. ഒന്നാമത്തെ റൗണ്ട്, നമ്മുടെ ഈ ക്വിസ് മത്സരത്തിന്റെ ഒന്നാമത്തെ റൗണ്ടിന്റെ പേര് എക്സോഡസ് റൗണ്ട് എന്നാണ്. ഇതില് ചോദ്യങ്ങള് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പഴയ നിയമം പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നും അതോടൊപ്പം തന്നെ പുതിയ നിയമഭാഗങ്ങളിൽ നിന്നുമുണ്ട്. ഓരോരുത്തർക്കും ചോദ്യങ്ങൾ വരും. ഒന്നാമത്തെ നമ്പർ മുതൽ ഫസ്റ്റ് ചാൻസിൽ ഉത്തരം പറഞ്ഞാൽ 10 മാർക്ക്, ഇല്ലെങ്കിൽ അത് പാസ് ചെയ്യും. പാസ് ചെയ്ത് കിട്ടിയാൽ ഉത്തരം പറഞ്ഞാൽ എത്ര മാർക്കായിരിക്കും? 5. വ്യക്തമാണല്ലോ? നമ്മൾ നേരിട്ട് ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം ആരോടാണ്? ഒന്നാമത്തെ നമ്പർ അനില മാത്യു. റെഡിയാണോ? അനില ഏത് ഇടവകയിൽ നിന്ന് വരുന്നു? പാലക്കാട് രൂപതയുടെ ചീങ്കൽപ്പാറ. ശരിയാണോ? റൈറ്റ്. ഓക്കെ, ചോദ്യം കേട്ടുകൊള്ളുക. എലിമിനും സീനായിക്കും ഇടയ്ക്കുള്ള മരുഭൂമിയുടെ പേര് എന്ത്? ഒന്നുകൂടെ ആവർത്തിക്കാം. എലിമിനും സീനായിക്കും ഇടയ്ക്കുള്ള മരുഭൂമിയുടെ പേര് എന്ത്? സീൻ മരുഭൂമി. കറക്റ്റ് ആൻസർ. 10 മാർക്ക്. അനിലായി ചോദിക്കട്ടെ, ഏത് പുറപ്പാടിന്റെ എത്രാമത്തെ പുസ്തകം, എത്രാമത്തെ വചനം, അധ്യായം വചനം? പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം. സാരമില്ല, ഒരു അധ്യായമേ മാറിയുള്ളൂ. 16:1 ആണ് കറക്റ്റ്. ഓക്കെ, താങ്ക് യു. 10 മാർക്ക് കിട്ടിയിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ഗോഡ്വിൻ ആണ്. ഗോഡ്വിൻ ട്രിവാൻഡ്രം ഡയസിസ്, ആർച്ച് ഡയസിസിന്റെ ഏത് ഇടവകയിൽ നിന്ന് വരുന്നു? വലിയ തുറ ഇടവക. വലിയ തുറ, അത് കേട്ടിട്ടുണ്ട്. വലിയ തുറ. ഓക്കെ, റെഡിയാണോ? ചോദ്യത്തിന് തയ്യാറായിക്കുള്ള രണ്ടാമത്തെ ചോദ്യം ഉത്തരം പറയാൻ. മന്നാ ശേഖരണത്തിന് എന്ത് മാനദണ്ഡമാണ് ദൈവം മോശ വഴി ഇസ്രായേൽ ജനത്തിന് നൽകിയത്? ഒന്നുകൂടെ ആവർത്തിക്കാം. മന്ന ശേഖരിക്കുന്നതിന് എന്ത് മാനദണ്ഡമാണ് ദൈവം മോശ വഴി ഇസ്രായേൽ ജനത്തിന് നൽകിയത്? ഒന്നുകൂടെ പറയുക. ശരിയായ ഉത്തരം അല്ല. ഒന്നുകൂടെ വിശദീകരിക്കാൻ ചാൻസ് തരുന്നു. മന്ന ശേഖരണത്തിന് എന്ത് മാനദണ്ഡമാണ് ദൈവം മോശ വഴി ഇസ്രായേൽ ജനത്തിന് നൽകിയത്? പൂർണ്ണമല്ല. അടുത്തയാളിലേക്ക് പോകുന്നു. ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ. ഒന്നുകൂടെ പറയാൻ ചേർത്ത് നിർത്തി സാവധാനം വ്യക്തമായിട്ട് പറയുക, കേൾക്കണം. ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ. അടുത്തയാളിലേക്ക് ഞാൻ പാസ് ചെയ്യുകയാണ്. നാലാമത്തെ റീതു. ഓരോരുത്തരും തന്റെ കൂടാരത്തിലുള്ള ആളുകളുടെ എണ്ണം അനുസരിച്ച് ശേഖരിക്കട്ടെ. ഒന്നുകൂടെ പറയാം, വ്യക്തമായിട്ടും നിർത്തിയും, കാരണം നിങ്ങൾക്ക് ശാന്തമായിട്ട് പറയാനുള്ള സമയമാണ്. ടേക്ക് യുവർ ടൈം. ഓരോരുത്തരും തന്റെ കൂടാരത്തിലുള്ള ആളുകളുടെ എണ്ണം അനുസരിച്ച് ആളൊന്നിന് ഒരു ഓമർ വീതം. കറക്റ്റ് ആൻസർ. ഇവിടെയാണ് പൂർണ്ണമാകുന്നത്. മറ്റതൊക്കെ ഭാഗികമേ ആകുന്നുള്ളൂ, മറ്റതൊക്കെ വെറും പാർട്ട്. നിങ്ങൾ പറയുന്നത് ശരിയുടെ അംശങ്ങളുണ്ട്. റൈറ്റ്, ഐ അഗ്രി. പക്ഷേ ഈ പറഞ്ഞതില് റീതു പറഞ്ഞതുമ്പോഴാണ് അത് പൂർണ്ണമായിട്ട്, അത് കൃത്യമായ ഒരു മാനദണ്ഡമാണ്. കൂടാരത്തിലുള്ളവരുടെ എണ്ണം അനുസരിച്ച് ആൾ ഒന്നിന് ഒരു ഓമർ എന്ന കണക്ക്. അധ്യായവും വചനവും പറയാമോ? 16-ാം അധ്യായം 16-ാം വാക്യം. കറക്റ്റ് ആൻസർ. 16:16. പുറപ്പാട് 16:16. നമ്മള് ഒരാള് ശരി ഉത്തരം പറഞ്ഞാൽ നമ്മുടെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്താണ്? ഒന്ന് പറഞ്ഞേ എല്ലാവരും. പ്രോത്സാഹിപ്പിക്കണം. റൈറ്റ്. അപ്പൊ എല്ലാവരും കൈയടിക്കണം. വേണ്ടായോ? ഇപ്പോഴല്ല, കറക്റ്റ് ആൻസർ ആര് പറഞ്ഞാൽ അടിക്കണം. നമ്മൾ അതിൽ കയറി പോകുന്നോണ്ടല്ല, എന്നാലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യം ആരുടേതാണ്? മൂന്നാമത്തെ ചോദ്യം അല്ലേ ഇനി വരേണ്ടത്? ഓക്കെ, ബ്ലസ്സിയോട് മൂന്നാമത്തെ ചോദ്യം. റെഡി ആയിക്കൊള്ളുക.
ഇസ്രായേൽക്കാർ, വീണ്ടും പുറപ്പാടിന്റെ പുസ്തകത്തിൽ, ഇസ്രായേൽക്കാർ എന്നുവരെ മന്ന ഭക്ഷിച്ചു? ഒന്നുകൂടെ ആവർത്തിക്കാം. ഇസ്രായേൽക്കാർ എന്നുവരെ മന്ന ഭക്ഷിച്ചു? കാനാൻ ദേശത്തിന്റെ അതിർത്തിയിൽ എത്തുന്നവരെ. റൈറ്റ് ആൻസർ. കാനാൻ ദേശത്തിന്റെ അതിർത്തിയിൽ എത്തുന്നതു വരെ. അധ്യായവും വചനവും ഒന്ന് പറയാവോ? വാക്യവും പറയാവോ? 16-ാം അധ്യായം. ഉറക്കെ പറ. എന്താണേലും ആത്മവിശ്വാസത്തോടെ പറഞ്ഞോളൂ. ഇവിടെ ഒന്നും നമ്മൾ നഷ്ടപ്പെടുന്നില്ല. 16-ാം അധ്യായം 34-ാം വാക്യം. കറക്റ്റ്. 35. 16, 35 ഒരു വചനമേ മാറിയിട്ടുള്ളൂ. അടുത്ത ചോദ്യം, 4-ാമത്തെ നമ്പർ. റീതു മരിയ. റീതു മരിയ, ഞാൻ ചിലരോട് ഇടവക ചോദിക്കാൻ മറന്നു പോകുന്നുണ്ട്. വേറെ ഒരു സ്റ്റേജിൽ എവിടെയെങ്കിലും അവസരം വരുമ്പോൾ ഇടവ പറയാം, അല്ലാതെ എന്റെ ഓർമ്മയിൽ പെടാത്തത് കൊണ്ടാണ്. ഓക്കെ, റീതു ട്രിവാൻഡ്രം ഡയസിന്റെ ഏത് ഇടവകയെന്ന് വരുന്ന ആർച്ച് ഡയസിന്? പുല്ലുവിള. വെരി ഗുഡ്. 4-ാമത്തെ ചോദ്യം റീതുവിനോട്. മോശ റെഫിദീമിൽ വെച്ച് കർത്താവിനോട് നിലവിളിച്ച് പറഞ്ഞത് എന്ത്? ഒന്നുകൂടെ ആവർത്തിക്കാം. മോശ റെഫിദീമിൽ വെച്ച് കർത്താവിനോട് നിലവിളിച്ച് പറഞ്ഞത് എന്ത്? ഈ ജനത്തോട് ഞാൻ എന്താണ് ചെയ്യുക? ഏറെ താമസിയാതെ ഇവർ എന്നെ കല്ലെറിയും. റൈറ്റ് ആൻസർ. ഈ ജനത്തോട് ഞാൻ എന്താണ് ചെയ്യുക? ഏറെ താമസിയാതെ അവർ എന്നെ കല്ലെറിയും. അടുത്ത ചോദ്യം കൊച്ചു ത്രേസ്യയോടാണ്. വലിയ പുണ്യവതിയാണ് അല്ലേ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ പേര്? ഏത് ഇടവക? തലശ്ശേരി അതിരൂപതയുടെ തോമാപുരം. ഓ, മാർത്തോമാ ശ്രീഹ തോമാപുരം. 5-ാമത്തെ ചോദ്യം റെഡിയാണോ കൊച്ചു ത്രേസ്യ? കേട്ടോളുക. വീണ്ടും പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്ന്. മോശയുടെ ചുറ്റും ജനം കൂടി നിന്നിരുന്നത് പ്രധാനമായും 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതില് ആദ്യത്തെ കാര്യം എന്ത്? ശ്രദ്ധിക്കുക. മോശയുടെ ചുറ്റും ജനം കൂടി നിന്നിരുന്നത് പ്രധാനമായും 3 കാര്യങ്ങൾക്കാണ്. അതിൽ ആദ്യത്തെ കാര്യം, അവരുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ എന്റെ അടുക്കൽ വരുന്നു. ഞാൻ പാസ് ചെയ്യാണ് ഉത്തരം. അടുത്ത നമ്പറിലേക്ക് 6, നമ്പർ 6. ഐസക്. ദൈവഹിതം അറിയാൻ. റൈറ്റ് ആൻസർ. ദൈവത്തിന്റെ ഹിതം അറിയാൻ. എന്താ പറഞ്ഞത്? തർക്കങ്ങൾ. അത് എത്രാമത്തെ അറിയാവോ? 2-ാമത്തെ. ഒരു ചെറിയ തെറ്റേ വന്നുള്ളൂ. എന്നാലും നമ്മുടെ അതിരൂപതയിൽ നിന്ന് വന്ന ഐസക് അത് അടിച്ചിടും. നഷ്ടമായിട്ട് വിചാരിക്കണ്ട കേട്ടോ. ഒരു ചെറിയ തെറ്റ്, അതാർക്കും പറ്റാവുന്ന. ഓക്കെ, അടുത്ത ചോദ്യം ഐസക്കിനോടല്ലേ. 6-ാമത്തെ ചോദ്യം, സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം നൽകണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചവർ ആരല്ല? ഞാൻ ആവർത്തിക്കാം. പുതിയ നിയമത്തിൽ നിന്ന് മത്തായിയുടെ സുവിശേഷം. സ്വർഗത്തിൽ നിന്ന് ഒരടയാളം നൽകണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചവർ ആരെല്ലാം? ഫരിസേയരും സദുക്കായരും. റൈറ്റ് ആൻസർ. ഫരിസേയരും സദുക്കായരും. ഐസകേ, നിന്റെ ആവേശം ഞാൻ സമ്മതിക്കും. പൊട്ടുപെടിയുന്ന ഉത്തരം വരുന്നത്. നീ ഒരു കാര്യം ചെയ്യ, ആള് മിടുക്കനാണ്. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടും തെളിച്ചു അങ്ങ് പറഞ്ഞു. മിടുക്കൻ. 10 മാർക്ക്. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്തത് 7-ാമത്തെ ചോദ്യം. ജിയ ജോയ്, അങ്ങനെയാണോ ഉച്ചരിക്കുന്ന പേര്? ജിയ ജോയ്. റൈറ്റ്. ഏത് ഇടവകയിൽ നിന്ന് വരുന്നു? സെന്റ് അഗസ്റ്റിൻസ് ചർച്ച് നെടുങ്ങാട്. നെടുങ്ങാട്. സെന്റ് അഗസ്റ്റിൻസ് ചർച്ച് ആണോ? നെടുങ്ങാട്. അങ്ങനെ ആക്ഷൻ കൊടുത്തു. ശക്തമായിട്ട് പറഞ്ഞോളൂ. ധൈര്യമായിട്ട് ഇനി റെഡി ആയിക്കോളൂ. മിടുക്കേ. ചോദ്യം ഉത്തരം റെഡിയാണല്ലോ. 7-ാമത്തെ ചോദ്യം പുതിയ നിയമത്തിൽ നിന്ന്. മത്തായി 16:3. അതനുസരിച്ച് കാറ്റും കോളും ഉണ്ടാകും എന്ന് നിഗമനം എടുക്കുന്നതിനുള്ള ലക്ഷണം എന്താണ്? ആവർത്തിക്കാം. മത്തായി 16:3. അതനുസരിച്ച് കാറ്റും കോളും ഉണ്ടാകും എന്ന് നിഗമിക്കുന്നതിന്റെ ലക്ഷണം എന്താണ്? ആകാശം ചെമന്നിരിക്കുന്നു. ആകാശം ചെമന്ന് മൂടി ഇരിക്കുന്നത്. റൈറ്റ് ആൻസർ. മാർക്ക് 10 പോയിന്റ്. വെരി ഗുഡ്. 8-ാമത്തെ ചോദ്യം. അമല സേവി, അങ്ങനെയാണോ? സേവി. സേവിയറിന്റെ ഷോർട്ട് ഫോം ആണ് അല്ലേ? കോതമംഗലം രൂപത. ഏത് ഇടവക? സെന്റ് ജോർജ് കത്തീഡ്രൽ. സെന്റ് ജോർജ് കോതമംഗലം ടൗൺ കത്തീഡ്രൽ. വെരി ഗുഡ്. എന്നാൽ അടുത്ത ചോദ്യം റെഡിയാണ് അമല? വീണ്ടും പുതിയ നിയമത്തിൽ നിന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ. പ്രബോധനം, അടയാളം, ആകാശം, പുളിമാവ്, 7 അപ്പം, മത്സ്യം, കുട്ട.
ആദ്യം ഒന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു 1, 2, 3, 4, 5, 6, 7 ഐറ്റംസിന്റെ പേരാ പറഞ്ഞത്. ഈ കൂട്ടത്തില് ചേരാത്ത വാക്ക്, അതായത് ഇതുമായിട്ട് ഫിറ്റിൻ ചെയ്യാത്ത വാക്ക്, ഇത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്ന് ഈ പദങ്ങളിൽ ഒരെണ്ണം ഒഴിച്ചു ബാക്കി അത് ഫിറ്റിൻ ചെയ്യില്ല. ഒന്നുകൂടെ ആവർത്തിക്കാം. ഞാൻ 7 പദങ്ങൾ പറയുക: പ്രബോധനം, അടയാളം, ആകാശം, പുളിമാവ്, 7 അപ്പം, മത്സ്യം, കുട്ട. അല്പം കോംപ്ലിക്കേറ്റഡ് ചോദ്യമാണ്. മത്തായി 16-ൽ നിന്നാണ്. ഇതില് ഇവിടെ ചേരാത്ത വാക്ക് പദമേത മോണിറ്ററിലുണ്ട്. പറയാം. യുവർ ചാൻസ്. മത്സ്യം. കറക്റ്റ് ആൻസർ, മത്സ്യം. മറ്റുള്ള ഈ പദങ്ങളെല്ലാം തന്നെ മത്തായി 16, 1, 12 ഫരിസയരെയും സദുക്കായരെയും കുറിച്ചുള്ള പരാമർശത്തിലും ചർച്ചയിലും പ്രത്യക്ഷപ്പെടുന്നതാണ്. ഈ മത്സ്യം മാത്രം അവിടെ വരുന്നില്ല. മിടുകെ 10 മാർക്ക്. അടുത്ത ചോദ്യം 9ാമത്തെ ചോദ്യമാണ് ഫസ്റ്റ് റൗണ്ടിലെ. അലീനയോടാണ്. ഇരിഞ്ഞാലക്കുട രൂപതയുടെ ഏത് ഇടവകയിൽ നിന്ന്? ചാലക്കുടി ടൗൺ. ചാലക്കുടി ടൗൺ ഇടവകയിൽ നിന്നും. മിടുകി. റെഡിയാണോ അലീന? ഓക്കെ. വളരെ ലളിതമായൊരു ചോദ്യമാണ്. ഉത്തരം പറയാം. റെഡി ആയിക്കോളൂ, ധൈര്യമായിട്ട്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അധ്യായവും വാക്യവും പറയാം. 26-16 ചോദ്യം പാസ് ചെയ്യുന്നു. 16-26 കറക്റ്റ് ആൻസർ. മിടുക്കി. സാരമില്ല അലീന, ചിലപ്പോ അതാ നമ്മുടെ ഒരു എന്നാ പറയുന്നത് ബാഡ് ടൈം എന്നൊക്കെ പറയും, തല തിരിഞ്ഞു പോകും. സാരമില്ല, അടുത്ത പ്രാവശ്യം പിടിക്കുക. അല്ലേ? തെറ്റിപ്പോയി അറിയായിരുന്നു ഇല്ലയോ? അറിയാമല്ലായിരുന്നോ? അറിയായിരുന്നു. സാരമില്ല കേട്ടോ, അടുത്ത പ്രാവശ്യം നമുക്ക് കിട്ടും. അതങ്ങനെ ചെറിയ തെറ്റുകളൊക്കെ ഏത് മത്സരത്തിലും വരും കേട്ടോ. നിങ്ങൾ അതോർത്തൊന്നും പേടിക്കരുത്. സമ്മതിച്ചല്ലോ? അടുത്ത പ്രാവശ്യം പിടിക്കാം. ഓക്കെ. ഈ റൗണ്ടിലെ 10ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. റെഡിയാണല്ലോ? ഡിറ്റി ദേവസി അല്ലേ? ഡിറ്റിയുടെ വീട് തൃശ്ശൂർ അതിരൂപതയുടെ ഏത് ഇടവകയാണ്? അസംഷൻ ചർച്ച് പള്ളിക്കുന്ന്. അസംഷൻ ചർച്ച് പള്ളിക്കുന്ന്. ഓക്കെ, റെഡിയാണോ? അതെ. ചോദ്യം വീണ്ടും പുതിയ നിയമത്തിൽ നിന്ന്, മത്തായിയുടെ സുവിശേഷം. ആദ്യം ഏലിയ വരണമെന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരാരാണ്? ഒന്നുകൂടെ കേൾക്കാം. ആദ്യം ഏലിയ വരണമെന്ന് പറയുന്ന കൂട്ടർ ആരാണ്? നിയമജ്ഞർ. റൈറ്റ് ആൻസർ, നിയമജ്ഞർ. മത്തായി 17-11. ഇതോടെ 1ാമത്തെ റൗണ്ട്, എക്സോഡസ് റൗണ്ട് ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങളിൽ പലരും നന്നായിട്ട് സ്കോർ ചെയ്ത് കഴിഞ്ഞു. ചിലർക്ക് ചില ഭാഗ്യത്തിന്റെ കുറവ്. അടുത്ത പ്രാവശ്യം അത് പരിഹരിക്കാം. ഈ പൂർണ്ണമാകുമ്പോൾ ശ്രദ്ധിക്കുക, അടുത്ത 2 റൗണ്ടിനായിട്ട് വളരെ തീക്ഷ്ണതയോടെ നമുക്ക് പരിശ്രമിക്കാം. അത്യന്തം വാശിയേറിയ എക്സോഡസ് റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തതായി 50-50 റൗണ്ട്. നമ്മൾ 2ാമത്തെ റൗണ്ടിലേക്ക് വരികയാണ്. ഈ റൗണ്ടിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള അവസരം ഇവിടെ ഉണ്ട്. അതാ ശ്രദ്ധിക്കേണ്ടത്. കൂടുതൽ മാർക്ക് ബുദ്ധി ഉപയോഗിക്കുക. നമുക്കറിയാം നിങ്ങളുടെ ഓർമ്മയിൽ, മെമ്മറിയിൽ പല ഉത്തരങ്ങളുമുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ ബുദ്ധി, ഇന്റലിജൻസ് വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കുക. ഇതിന് 50-50 റൗണ്ട് എന്നാ പറയുന്നത്. എന്റെ പേരെങ്ങനെ കൊടുത്തിരിക്കുന്നു, ഒരർത്ഥമുണ്ട് അതിന്. ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ഒരു ചോദ്യം നമ്മൾ സ്ക്രീനിൽ വരും. ആ ചോദ്യം ഞാൻ ആവർത്തിക്കും. ആ ചോദ്യത്തിന് ഒരു ക്ലൂവുമില്ലാതെ നേരിട്ട് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ, അത് ഓരോരുത്തരോടുമാണ് ചോദിക്കുന്നത്, നേരിട്ട് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ 15 മാർക്ക്. ആന്റി ക്ലോക്ക് വൈസ് ആണ് സെക്കൻഡ് റൗണ്ട്. അതുകൊണ്ട് തന്നെ 10ാം നമ്പറിൽ തുടങ്ങുന്നു. 15 മാർക്ക്. അപ്പോ ക്ലൂ ഇല്ലാതെ ഉത്തരം അറിയാൻ മേലെങ്കിൽ എന്ത് ചെയ്യണം? ക്ലൂ ആവശ്യപ്പെടാം. 4 ഓപ്ഷൻസ്, ABCD തെളിയും. 4 ഓപ്ഷൻസ് പറയും. ആ 4 ഓപ്ഷൻസ് അതിൽ ഏതെങ്കിലും ഒരെണ്ണമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉടനെ പറയുക. അങ്ങനെയാണെങ്കിൽ 10 മാർക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് 4 ക്ലൂസ്. വ്യക്തമാണോ? അവിടെയും ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരികയില്ല. നമ്മുടെ കാലക്കേടെന്നല്ല എന്താ പറയാനാ, എന്നാലും മുഴുവൻ കാലക്കേടല്ല, വീണ്ടും സാധ്യതയുണ്ട്. അവിടെയും കൃത്യമായിട്ട് ഉറപ്പില്ല എങ്കിൽ
2 ഓപ്ഷന്റെ ചോദിക്കാം. അതായത് 50-50 ആവശ്യപ്പെടാം. 4 ഓപ്ഷൻസിൽ 2 എണ്ണം അപ്രത്യക്ഷമാകും. പിന്നെ ബാക്കി എത്രയുണ്ട്? 2. ആ 2-ൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉത്തരം നിങ്ങൾക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് 5 മാർക്ക്. വ്യക്തമാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ വിതൗട്ട് എനി ഹെൽപ്പ് 15 മാർക്ക്. 4 ഓപ്ഷൻസ് തന്ന് എത്ര മാർക്ക്? 10. അതും കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം 50-50 ഓപ്ഷൻ 2 എണ്ണം. അങ്ങനെയാണെങ്കിൽ 5 മാർക്ക്. റെഡി? സോ ലെറ്റ് us go. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ചോദ്യം 10ാമത്തെ നമ്പർ ഡിറ്റിയോടാണ്. നേരിട്ടൊരു ചോദ്യം, ശ്രദ്ധിക്കുക. നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? ആര് ആരോട് പറഞ്ഞു? ഞാൻ ചോദ്യം ആവർത്തിക്കാം. നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? ആര് ആരോട് പറഞ്ഞു? ഡിറ്റി, യുവർ ചാൻസ്. യേശു ജെറുസലേമിൽ നിന്ന് വന്ന ഫരിസേയരോടും നിയമജ്ഞരോടും. യേശു, ഒന്നുകൂടെ ആവർത്തിച്ചേ. യേശു ജെറുസലേമിൽ നിന്ന് വന്ന ഫരിസേയരോടും നിയമജ്ഞരോടും. റൈറ്റ് ആൻസർ. യേശു ഫരിസേയരോടും നിയമജ്ഞരോടുമാണ് ഈ വാക്ക് പറയുന്നത്, വചനം പറയുന്നത്. അതുകൊണ്ട് എത്ര മാർക്ക്? 15 മാർക്ക് ഡിറ്റി. രണ്ടാമത്തെ ചോദ്യം അലീന ആന്റണിയോടാണ്. തയ്യാറാണോ? ഓക്കെ അലീന, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ഷീണം ഇത്തവണ തീർക്കണം. റെഡി? ചെറിയ ചോദ്യം, ലളിതമായ ചോദ്യം. എന്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുത് മാറ്റപ്പെടും. അധ്യായവും വാക്യവും പറയണം. എന്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുത് മാറ്റപ്പെടും. അറിയാൻ മേലെങ്കിൽ 4 ഓപ്ഷൻ ചോദിക്കാം. അതോർക്കണം, ആ സാധ്യതകളൊക്കെ ഉണ്ട്. ഓപ്ഷൻ 4 ഓപ്ഷൻ. എ 15-21, ബി 15-17, സി 15-13, മത്തായിയുടെ സുവിശേഷത്തിൽ, ഡി 15-20. ഈ ഓപ്ഷനിൽ ഉറപ്പുണ്ടെങ്കിൽ പോവുക, ഇല്ലെങ്കിൽ വീണ്ടും അടുത്ത 50-50 ചോദിക്കാം. 50-50 അലീന ചോദിച്ചിരിക്കുന്നു. 2 എണ്ണം എലിമിനേറ്റഡ് ആകണം. ഓക്കെ, ഇനി ഉള്ള ഓപ്ഷൻസ് 15-13, 15-20. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ശരിയായ ഉത്തരം. അലീനയ്ക്ക് പറയാം. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. 15-13 കറക്റ്റ് ആൻസർ. ഇതാണോ സംശയിക്കുന്നത്? നമ്മൾ ചിന്തിക്കുന്നത് ശരിയാണ്. ലീന ധൈര്യമായിട്ട് അങ്ങ് പറഞ്ഞോണ്ടാ മതി കേട്ടോ. ആദ്യം മുതൽ 15 തോന്നിയായിരുന്നു. ഇത് തോന്നിയായിരുന്നു. പേടിയല്ലേ? പേടിക്കണ്ട, ഇനി ധൈര്യമായിട്ട് പറഞ്ഞാൽ മതി. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ? അലീനയ്ക്ക് അറിയാവുന്നത് ശരിയായ ഉത്തരങ്ങളാണ്. ഇനി ധൈര്യപൂർവ്വം പറഞ്ഞാൽ മതി. സമ്മതിച്ചല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഈ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം. 8ാമത്തെ നമ്പർ അമല അല്ലേ? അമല സേവിയോടാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. 3ാമത്തെ ചോദ്യം. ശിഷ്യന്മാർ തങ്ങളുടെ കൈവശം എത്ര അപ്പം ഉണ്ടെന്നാണ് പറഞ്ഞത്? ഒന്നുകൂടെ കേൾക്കുക. ശിഷ്യന്മാർ തങ്ങളുടെ കൈവശം എത്ര അപ്പം ഉണ്ടെന്നാണ് പറഞ്ഞത്? 7 അപ്പം. റൈറ്റ് ആൻസർ. 7 അപ്പം. ആ സുവിശേഷ വചന ഭാഗം ഒന്ന് പറയാമോ? 15-ാം അധ്യായം 33-ാം വാക്യം. ഓക്കെ, റൈറ്റ്. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുക. 4ാമത്തെ ചോദ്യം. ഈ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം ജിയ ജോയിയോടാണ്. ജിയ ജോയി, ശ്രദ്ധിച്ച് കേൾക്കുക. യേശു 2ാമതും അപ്പം വർദ്ധിപ്പിച്ച് നൽകിയപ്പോൾ അപ്പം ഭക്ഷിച്ച പുരുഷന്മാർ എത്രയായിരുന്നു? 2ാമത്തെ അപ്പം വർധനയിൽ ഭക്ഷിച്ച പുരുഷന്മാരുടെ എണ്ണം ഏകദേശം 4000 പേർ. ഏകദേശം 4000 പേർ. ശരിയായ ഉത്തരം. റൈറ്റ് ആൻസർ 4000. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം ഐസക്കിനോടാ, അല്ലയോ? ഐസക്, ശ്രദ്ധിച്ച് കേൾക്കുക. പുതിയ നിയമത്തിൽ നിന്ന് തന്നെ, മത്തായിയുടെ സുവിശേഷം. പീഡാനുഭവത്തെ പറ്റിയുള്ള യേശുവിന്റെ 3ാമത്തെ പ്രവചനം എത്രാമത്തെ അധ്യായത്തിലാണ്? 3ാം പീഡാനുഭവ പ്രവചനം മത്തായിയുടെ സുവിശേഷം എത്രാമത്തെ അധ്യായം? 20-ാം അധ്യായം. റൈറ്റ് ആൻസർ, 20ാമത്തെ അധ്യായം. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. 5ാമത്തെ നമ്പർ കൊച്ചു ത്രേസ്യായിയുടെ ചാൻസ് ആണ്. റെഡിയാണോ? വീണ്ടും ലളിതമായ ചോദ്യം തന്നെയാണ്. നിങ്ങൾക്ക് ലളിതമായിട്ട് ഉത്തരം പറയാവുന്ന. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടോളുക. മറക്കരുതാത്ത കാര്യം,
അറിയാൻ മേല എന്ന് സംശയം ഉണ്ടെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, മറന്നുപോയത്. ഓക്കെ, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹോദരനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? അതായത് സുവിശേഷമാണ്, അധ്യായവും വചനവും പറയുക. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹോദരനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? അധ്യായം, വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 35-ാം വാക്യം. ഒന്നുകൂടെ പറയാമോ? 18-ാം അധ്യായം 35-ാം വാക്യം. അയ്യോ, 35 ഞാൻ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് കൂടെ തരിക. യു ഹാവ് എ ചാൻസ്. ഓപ്ഷൻസ്. ഓക്കെ, ഓപ്ഷൻ ഗ്രാൻഡഡ്. 4 ഓപ്ഷൻ: എ, ബി, സി, ഡി. എ 18-21, ബി 18-23, സി 18-28, ഡി 18-33. 18-33. റൈറ്റ് ആൻസർ 18-33. അടുത്ത ചോദ്യം റീതു മരിയായുടെ. ശ്രദ്ധിച്ച് കേൾക്കുക. മത്തായിയുടെ സുവിശേഷം തന്നെ, സുവിശേഷമാണെന്ന് ഒന്നുകൂടെ എളുപ്പമാണ്. മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ സ്വർഗരാജ്യത്തെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് എന്തിനോടാണ്? ഒന്നുകൂടെ ആവർത്തിക്കാം. മത്തായി 20-ല് സ്വർഗരാജ്യത്തെ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ്: എ, ബി, സി, ഡി. എ കടുകുമണി, ബി വീട്ടുടമസ്ഥൻ, സി നിധിയോട്, ഡി 10 കന്യകമാരോട്. 4 ഓപ്ഷൻസ്. അവിടെയും സംശയം ഉണ്ടെങ്കിൽ 50-50ക്ക് പോകാം. ദാറ്റ് ഈസ് യുവർ ഡിസിഷൻ. 50-50. 2 എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. ഏതൊക്കെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്? ഓക്കെ, എ, ബി ഇപ്പോൾ ഉണ്ട്. കടുകുമണിയോട്, വീട്ടുടമസ്ഥനോട്. ബി വീട്ടുടമസ്ഥനോട്. കറക്റ്റ് ആൻസർ, വീട്ടുടമസ്ഥനോട്. ഇത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യും. സംശയം ഉണ്ടായിരുന്നോ? പറഞ്ഞില്ല. അത് ചില നേരത്തെ നല്ലതാണ്. റൈറ്റ്, വെരി ഗുഡ്. 5 മാർക്ക് അല്ലയോ? അടുത്ത ചോദ്യം, 8-ാമത്തെ ചോദ്യം. ആരോടാണ്? ബ്ലെസ്സിങ്. റൈറ്റ്, 8-ാമത്തെ ചോദ്യം. ഇതും ലളിതമായ ചോദ്യമാണ്, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കണം. കേട്ടോളൂ. ജെറൂസലം ദേവാലയ ശുദ്ധീകരണത്തിന് ശേഷം യേശു അവിടം വിട്ട് എവിടേക്കാണ് പോയത്? ശ്രദ്ധിച്ചു കേൾക്കുക. ജെറൂസലം ദേവാലയത്തിന്റെ ശുദ്ധീകരണ ശേഷം അവിടെ ചെയ്ത പ്രവൃത്തികൾ അറിയാം ഇല്ലേ? പ്രാവുകള്, കച്ചവടക്കാര്. അതിന് ശേഷം യേശു എവിടേക്കാണ് പോയത്? സ്ഥലത്തിന്റെ പേര്? ബെഥാനിയ. റൈറ്റ് ആൻസർ, ബെഥാനിയ. 15 മാർക്ക്. വെരി ഗുഡ്. അടുത്തത് 9-ാമത്തെ ചോദ്യം. 9-ാമത്തെ ചോദ്യം ഗോഡ്വിനോടാണ്. ഗോഡ്വിൻ റെഡിയാണോ? വെരി ഗുഡ്. ഗോഡ്വിൻ ശ്രദ്ധിച്ച് കേൾക്കുക. പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. കേട്ടോളൂ. സ്വാതന്ത്ര്യം തിന്മയുടെ ആവരണമാക്കരുത്, മറിച്ച് ദൈവത്തിന്റെ ദാസരെ പോലെ ജീവിക്കുവിൻ. പത്രോസിന്റെ അധ്യായം, വാക്യം പറയണം. ഓപ്ഷൻസിലേക്ക് പോകുന്നു. 4 ഓപ്ഷൻസ്: എ, ബി, സി, ഡി. എ 2:11, ബി 2:12, സി 2:15, ഡി 2:16. 4 ഓപ്ഷൻസ്. ഇവിടെയും സംശയം ഉണ്ടെങ്കിൽ 50-50ക്ക് പോകും. കാർഡിനെ തീരുമാനിക്കാം. 50-50. 2 എലിമിനേറ്റ് ചെയ്യുന്നു. ഏതൊക്കെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഇനി മിച്ചം 2 ഉള്ളൂ. 2:12, 2:16. ഇതിൽ 2-ൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ശരിയായ ഉത്തരം. കാർഡിന് സെലക്ട് ചെയ്യാം. 2:16. 2:16 റൈറ്റ് ആൻസർ. കാർഡിന് 5 മാർക്ക്. 10-ാമത്തെ ചോദ്യം ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ്. അനില മാത്യുവിനോട് ശ്രദ്ധിച്ച് കേൾക്കുക. വീണ്ടും പത്രോസിന്റെ ലേഖനത്തിൽ നിന്നാണ്. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഒന്നുകൂടെ കേൾക്കുക വചനം. അവനെ നിങ്ങൾ കണ്ടിട്ട് ഇല്ല എങ്കിലും സ്നേഹിക്കുന്നു. അധ്യായവും വാക്യവും പറയണം. സംശയം ഉണ്ടെങ്കിൽ 4 ഓപ്ഷൻസ്. ഓപ്ഷൻസിലേക്ക് പോകുന്നു. 4 എ 1 പത്രോസ് 1:8, ബി 1 പത്രോസ് 2:8, സി 1 പത്രോസ് 3:8, ഡി 1 പത്രോസ് 4:8. ഉറപ്പുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ വീണ്ടും 50-50യിലേക്ക് പോകാം. അനില. 1 പത്രോസ് 2:8. 1 പത്രോസ് 2:8 ശരിയായ ഉത്തരം അല്ല. സോറി, ശരിയായ ഉത്തരം 1 പത്രോസ് 1:8. ഈ റൗണ്ട് 50-50 റൗണ്ട് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ അവസരത്തിൽ ഇനി നമുക്ക് മിച്ചം നിൽക്കുന്നത് ഒരേ ഒരു റൗണ്ട് കൂടെയുള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു റൗണ്ടിൽ വളരെ നിർണായകമാണ് മാർക്ക് സ്കോർ ചെയ്യാൻ. അതിനു മുമ്പ്
നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന മാർക്ക് എത്രയാണ്? അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കേൾക്കുക. എന്നിട്ട് ബാക്കിയുള്ള പോരായ്മ അടുത്ത റൗണ്ടിൽ നമ്മൾ തീർക്കുന്നു. ഈ ബൈബിൾ ക്വിസിന്റെ അവസാനത്തെ റൗണ്ടിലേക്ക് വേദപുസ്തകത്തെ സംബന്ധിച്ച് ഏറ്റവും അവസാനമായിട്ട് ഇറങ്ങിയ ഒഫീഷ്യൽ ഡോക്യുമെന്റ്, ഔദ്യോഗിക രേഖ, 6-ാം നമ്പർ ഐസക് ഞെക്കിയിരിക്കുന്നു. വിഷ്വലിലെ ഒന്നാമത്തെ ക്ലിപ്പ് ശ്രദ്ധയോടെ കാണുക. മൂന്നാമത്തെ നമ്പർ ബ്ലെസ്സി ജോർജ്. അവസാനത്തെ വാക്യം ഏത്? ക്യാൻസർ.